ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. സോ നാളെ നമ്മുടെ ICICI വേൾഡ് 2020 വേൾഡ് കപ്പ് ഫൈനൽ മാച്ച് നടക്കുകയാണ്. ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്കയാണ് മാച്ച്. രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇതുവരെ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് രണ്ട് ടീമുകളും ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം വളരെ കടുത്ത ഒരു മത്സരം തന്നെ ആയിരിക്കും എന്ന് പറയാം. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയെ പ്രത്യേകിച്ച് കുഴയ്ക്കുന്നത്. അതായത് ഓപ്പണിംഗ് ബാറ്റിങ്ങിന് ഇറങ്ങുന്ന വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ദുബൈയുടെ ഫോമില്ലായ്മയുമാണ് ഇന്ത്യയെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യവും. അതുപോലെ തന്നെ ആരാധകർക്ക് വളരെ വിമർശനപരമായ ആരാധകർ പറയുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. വിരാട് കോഹ്ലിക്ക് ഓപ്പണിംഗ് പൊസിഷൻ ഇതുവരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ത്യയെ വളരെ കുഴയ്ക്കുന്നു. ആ ഒരു ഫോം വിരാട് കോഹ്ലിക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ഇന്ത്യ വളരെ മികച്ച ഒരു ടീമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മുടെ ദുബൈയുടെ കാര്യം നോക്കുകയാണ് എങ്കിൽ ദുബൈ ഇതുവരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ദുബൈക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നിരുന്നാലും തുടക്കത്തിൽ 0-3, 31, 34, 28 ഈ ഒരു 3 സ്കോറുകളല്ലാതെ ദുബൈ വേറെ വലിയ സ്കോറുകളും നേടിയിട്ടില്ല. 2 പ്രാവശ്യം ഡക്കൗട്ട് ആവുകയും പിന്നെ 3 റൺസ് 10 റൺസ് ഇതാണ് ദുബൈ നേടിയിട്ടുള്ളത്. ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലാണ് ദുബൈ ടീമിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഓൾറൗണ്ടറിന് വേണ്ടി ഒരു ബോൾ പോലും ദുബൈ എറിയുന്നില്ല. ഒരു വാമപ്പ് മാച്ചിൽ ബോൾ ചെയ്തിരുന്നു, 2 വിക്കറ്റും നേടിയിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു ഓവർ പോലും എറിയാനായിട്ട് ദുബൈക്ക് ലഭിച്ചിട്ടുമില്ല, അവസരം നൽകിയിട്ടുമില്ല. അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ടീം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ ആണ് ആരാധകരുടെ അഭിപ്രായങ്ങൾ. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന ആരാധകർ പറയുന്നത് പോലെ ഓപ്പണിംഗ് ജയ്സ്വലിനെ ദുബൈയെ മാറ്റിയിട്ട് ഓപ്പണിംഗ് ജയ്സ്വൽ വന്നു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി 3rd പൊസിഷനിൽ ഓൾറെഡി സ്യൂട്ടബിൾ ആണ്. സോ വിരാട് കോഹ്ലിക്ക് ആ പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ദുബൈയുടെ സ്ഥാനത്ത് സഞ്ജു സാംസണെയോ അല്ലെങ്കിൽ റിങ്കു സിംഗിനെയോ ഇറക്കാം എന്നുള്ള ആരാധകരുടെ അഭിപ്രായങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റി പരിശ്രമിക്കാനായിട്ട് ഒരു ഫൈനലിൽ എന്തായാലും ഒരു ക്യാപ്റ്റൻ മുതിരില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. മുമ്പുള്ള ഏതെങ്കിലും ഒരു കളികളിൽ ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ചാൻസ് കിട്ടുമായിരുന്നു. എന്നാൽ ഈ കളികളിൽ അവർ വീണ്ടും പവലിൽ ഇരുന്ന് പോകാനല്ലാതെ എന്തായാലും കളിക്കളത്തിലിറങ്ങി കളിക്കാനുള്ള ഭാഗ്യം ഇവർക്കാർക്കും ഉണ്ടാകില്ല എന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ദുബൈ ഫോമിലെത്തട്ടെ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എല്ലാവരും ഉള്ള ബാറ്റ്സ്മാൻമാർ തന്നെ കളി നയിച്ച് മുന്നോട്ട് പോകട്ടെ. വിരാട് കോഹ്ലി തികച്ചും ഫോമിലെത്തിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നമ്മളുടെ കൂട്ടുകെട്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്കോർ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സോ നാളത്തെ മാച്ചിലേക്ക് ഇന്ത്യക്ക് ബെസ്റ്റ് വിഷസ് നേരുന്നു. താങ്ക് യു.